Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ആന്തൂറിയം പ്ലാന്റിൻ്റെ സ്പെഷ്യൽ കെയറും അതേപോലെ തന്നെ എല്ലാവർക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെയ്യേണ്ട ഇത്ര മാത്രം പേരും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും എവിടാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് ജിതേഷ് കുമാർ, രണ്ടാംകുറ്റി, കൊല്ലം. ഇത് മാത്രം എഴുതി കമൻറ്റ് ബോക്സിൽ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, അതേപോലെ എഴുതുക. വേറൊന്നും വേണ്ട. അടുത്ത മാസം 23-ാം തീയതി നമ്മളിതിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതിനകത്ത് ഇപ്പോൾ ഒരു കൂടുതൽ പേർക്കൊന്നുമല്ല, ഒരു 5 പേർക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. കാര്യം നമ്മൾ 43,000 മെമ്പേഴ്സായ കാര്യം സന്തോഷം അറിയിക്കുന്നു. അന്നേരം ഇന്നത്തെ മെയിൻ ടോപ്പിക്കാണ് ആന്തൂറിയം കെയർ. ആന്തൂറിയത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെമി ഷെയ്ഡിലും ഒരു പരിധി വരെ നമുക്കൊരു ഇൻഡോർ ഏരിയയൊക്കെ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റാണ് ആന്തൂറിയം പ്ലാന്റുകൾ. അതിനകത്ത് വിവിധ വെറൈറ്റികൾ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഓടുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പോട്ട് വെറൈറ്റി, മിനിച്ചർ വെറൈറ്റിയും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പോട്ട് വെറൈറ്റീസാണ് ഈ കാണുന്നവ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ പൂക്കളല്ല, എന്നാൽ നല്ല തുരുതുരാ പൂവുകൾ പിടിക്കുന്ന വെറൈറ്റിയാണ് ഈ പറഞ്ഞ പോട്ട് വെറൈറ്റി അല്ലെങ്കിൽ മിനിച്ചർ വെറൈറ്റി എന്നറിയപ്പെടുന്ന ഇത്തരം ഇനങ്ങൾ. അന്നേരം ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മളിവിടെ തന്നെ നഴ്സറിയിൽ 250 രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത്. ഇതിനകത്ത് 4 വെറൈറ്റികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ചില സമയങ്ങളിൽ 5ഉം 6ഉം 7ഉം വെറൈറ്റികൾ വരെ വരാറുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് വെറൈറ്റിയൊക്കെ ചേർത്തിട്ട്. ഇപ്പം ബ്ലാക്ക് വെറൈറ്റി കിട്ടാനില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് പുറന്നു വരുന്ന പ്ലാന്റാണ്. ഇതിനെ ഇളക്കിയതിന് ശേഷമായിട്ട് നമ്മൾ ചെറിയ കരിക്കട്ട പീസ്, അതേപോലെ തന്നെ തൊണ്ടിൻ്റെ പീസ്, അതേപോലെ തന്നെ ഈ ഇഷ്ടിക പൊടിച്ച ചെറിയ പീസാക്കുക. ഇങ്ങനെയുള്ളവ ഇട്ടതിന് ശേഷം സ്വല്പം ചകിരിച്ചോറും കൂടെ വേണമെങ്കിൽ ഇടാം. പെർലൈറ്റുമായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇത് നിറയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, അത് 3:2:1 റേഷ്യോ. അതായത് ചാണകം 3 പിടി, 2 പിടി വേപ്പിൻ പിണ്ണാക്ക്, 1 പിടി കടലപ്പിണ്ണാക്ക്. ഇത് 3ഉം കൂടെ ഒരു ചെറിയ കലത്തിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൺകലത്തിനകത്തോ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് ടൈറ്റായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. ഇതൊരു 72 മണിക്കൂറിന് ശേഷം, അതായത് 3 ദിവസത്തിന് ശേഷം രാവിലെ തുറക്കുക. അന്നേരം കുറച്ച് വാടയുള്ളൊരു സബ്സ്റ്റൻസാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതിനകത്ത് എത്ര എടുക്കുന്നോ അതിന് 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിക്കണം. അതിനുശേഷം കുറേശ്ശെ എല്ലാ ചെടിക്കും ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന് നല്ല ഗ്രോത്തും ആയിരിക്കും. അതേപോലെ തന്നെ ഫ്ലവർ വരാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലുമാണ്. അതുപോലെ തന്നെ ഫംഗസ് അങ്ങനെ അധികം വരാറില്ല എങ്കിൽ പോലും മാസത്തിൽ ഒരിക്കൽ 1 സ്പൂൺ ഇൻഡോഫിൽ M45 എന്ന് പറയുന്ന ഫംഗിസൈഡ് ഏറ്റവും നല്ലതാണ്. 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം അരിച്ച് ഒരു പമ്പിലെടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇലയുടെ അടിവശത്തും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് പോകാനായിട്ട് കഴിയുകയാണെങ്കിൽ ആ ഫംഗസിൻ്റെ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നു. അതേപോലെ തന്നെ ഇപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇൻസെക്റ്റിൻ്റെ പ്രശ്നം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 4 മില്ലി റിയൂഡ് അല്ലെങ്കിൽ റീവ, ശ്രദ്ധിച്ച് കേൾക്കുക, റീവ എടുത്ത് നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഈ മൊട്ട് വിരിയുന്ന ആ ഒരു സമയത്ത് പൂക്കളിൽ ഈ ചെറിയ സുഷിരങ്ങളിട്ട് കഴിക്കുന്ന ജീവികളോ അല്ലെങ്കിൽ ചെറുപ്രാണികളോ ശല്യം ആ പൂവിൽ കാണില്ല. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഫംഗസ് അടിക്കുമ്പോൾ ഒരു പരിധിവരെ ഫംഗസിനെയും നമുക്ക് അതിനകത്ത് ഒഴിച്ചു നിർത്താൻ സാധിക്കും. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കുക. നമുക്കിവിടെ വിപണിയിൽ ഈ പോട്ട് വെറൈറ്റികൾ കൂടുതലായിട്ട് വിറ്റുപോകുന്ന ഇനങ്ങളെന്ന് പറയുന്നത് ഡാർക്ക് റെഡ്, മിനിയേച്ചർ റെഡ്, അതേപോലെ തന്നെ പിങ്ക്, അതേപോലെ വൈറ്റും റെഡും ഒരു ചെറിയ നേരിയ ഒരു ഗ്രീനും കൂടെ വരുന്നൊരു വെറൈറ്റി. ഇതാണ്ട് ഈ കാണുന്ന വെറൈറ്റിയാണ്. നമുക്ക് ഇങ്ങനെ 3-4 വെറൈറ്റികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സെയിലായി പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരം പൂക്കും. ഇപ്പോൾ ഒരു ട്രിപ്പ് പൂത്തിട്ടങ്ങ് പോകുമല്ല, ഇത് സ്ഥിരമായിട്ട് പൂക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് പൂക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 18-18-18 അല്ലെങ്കിൽ 19-19-19 ലൈറ്റായിട്ടൊന്ന് കലക്കിയതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2 ഗ്രാം 19-19-19 ഇട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കുക. അത് നന്നായിട്ട് കലങ്ങിയോ എന്ന് നോക്കിയതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അന്നേരം ഈ പൂക്കളുടെ ഭംഗി കൂടാനും അതേപോലെ തന്നെ ഇലകൾ കുറച്ചും കൂടെ ദൃഢമായി നിൽക്കാനും ഈ പച്ചപ്പ് ഇലയ്ക്ക് കൂടുതൽ കിട്ടാനും പൂക്കൾ നന്നായിട്ട് പിടിക്കാനും അതുകൊണ്ട് നമുക്ക് സഹായകമാകും. അന്നേരം വീട്ടിൽ ആന്തൂറിയം ഉള്ളവരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക.
അതുപോലെ തന്നെ ആന്തൂറിയം വീട്ടിലുള്ളവർക്ക് ഒരു ചെറിയ പൊടിക്കൈ, അതായത് ഒരു ദൃഢമില്ലാതൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, വലിയ ശോഷിപ്പ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്രാം യൂറിയ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാവണ്ണം ഒന്ന് കലക്കിയിട്ട് ഇല ഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന് നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, പ്ലാന്റിന് നല്ല കരുത്ത് കിട്ടുകയും ചെയ്യും. കാര്യം യൂറിയയുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വേരിലോട്ട് അല്ലെങ്കിൽ ഇലയിൽ തന്നെ വളത്തിന് നന്നായിട്ട് കയറ്റി കൊടുക്കുക എന്നുള്ളതാണ്, ഒരു ഇഞ്ചക്ഷൻ പ്രോസസ്സാണ്. അന്നേരം അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് 2 ഗ്രാമേ ഇടാവൂ, ഒരുപാടൊന്നും കൊടുക്കരുത്. അതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെമ്പരത്തിയെക്കുറിച്ചിട്ടാണ്. നമ്മൾ കൊണ്ടുവന്ന പൂനെയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുറച്ച് വെറൈറ്റികളൊക്കെ നല്ലപോലെ മുട്ടയിട്ടായിരുന്നു. അന്നേരം ആ വെറൈറ്റികൾ പൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അന്നേരം അവയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആന്തൂറിയംസ് ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്തായാലും 4 വെറൈറ്റികൾ കൺഫേം ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. പോസ്റ്റൽ ചാർജ് ഇല്ലാതെ 1000 രൂപയ്ക്ക് അയച്ചു തരുന്നതായിരിക്കും. പ്രത്യേകം പറയുക, ഇതേപോലെ തന്നെ സബ്സ്ക്രൈബർ ആവണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റൽ ചാർജ് ഇല്ലാതെ തന്നെ നമുക്കിത് അയച്ചു തരാനായിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. പ്രത്യേകം പറയുക സബ്സ്ക്രൈബറാണ്, അതുകൊണ്ട് കൊറിയർ ചാർജ് ക്യാൻസൽ എന്ന് പറഞ്ഞെന്ന് എഴുതിയിരുന്നത്, സബ്സ്ക്രൈബറാണെന്ന് എഴുതിയിരുന്നാൽ മതി, നമുക്ക് കൊറിയർ ചാർജ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഈ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും കറക്റ്റായിട്ട് എഴുതാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.